ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ. ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന അടിപൊളി ടേസ്റ്റി ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ദേ ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്ത കടല, പിന്നെ കുറച്ച് ഉള്ളി, പച്ചമുളക്, ചോപ്പ് ചെയ്ത വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത കടല കുക്കറിലേക്ക് മാറ്റി പച്ചമുളകും ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഒരു 3-4 വിസിൽ അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 3 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഈ മിക്സ് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ വെന്ത് വന്ന കടലയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കടലയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് വേണം നമുക്ക് നല്ല കുറുകുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കാൻ. അരച്ച മിക്സ് ഇതേപോലെ പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുക്കറിൽ വെന്ത് വന്ന കടല ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുക. ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഒട്ടും തന്നെ ഓയിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.